നമസ്കാരം. ശക്തി തെളിയിക്കാനുള്ള അവസാന അവസരത്തിൽ പിന്തുണ തേടാൻ പി.വി. അൻവറും സംഘവും കാന്തപുരം വിഭാഗത്തിന്റെ പിന്തുണ തേടും. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം 23-ന് മഞ്ചേരിയിൽ നടക്കുന്നതിന്റെ ഭാഗമായാണ് പാർട്ടി സംസ്ഥാന കൺവീനർ പി.വി. അൻവറും നേതാക്കളും നാളെ കാന്തപുരം വിഭാഗത്തിന്റെ കീഴിലുള്ള മർക്കസ് നോളജ് സിറ്റി സന്ദർശിക്കുന്നത്. കാന്തപുരം വിഭാഗത്തിന് മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി പരസ്യമായി അടുപ്പമില്ലാത്തതിനാൽ തങ്ങളോടൊപ്പം കൂടാനുള്ള സാധ്യത കണ്ടാണ് ഇത്തരത്തിൽ നീക്കം നടത്തുന്നത്. ഇതിനു പുറമെ തൃണമൂൽ കോൺഗ്രസ് എംപിമാരും നേതാക്കളും പാണക്കാട് സന്ദർശിക്കുകയും താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെങ്കിലും അത് പേരിൽ മാത്രം ഒതുക്കാനാണ് ശ്രമം. പാർട്ടിക്ക് ഗുണമാകുന്നത് കാന്തപുരം വിഭാഗമാകുമെന്നും ഇപ്പോൾ തന്നെ കാന്തപുരത്തിന്റെ വലിയൊരു വിഭാഗം അണികളും സോഷ്യൽ മീഡിയയിൽ അൻവറിനെ അനുകൂലിക്കുന്നുണ്ടെന്നും അൻവർ അനുകൂലികൾ വിലയിരുത്തുന്നു. തൃണമൂൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിനായി മഹുവ മൊയ്ത്ര എംപിയും ഡെറിക് ഒബ്രെയ്നും കേരളത്തിലെത്തും. തൃണമൂൽ കോൺഗ്രസ് എംപിമാരും നേതാക്കളും പാണക്കാട് സന്ദർശിക്കുകയും താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്ന് പി.വി. അൻവർ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മഞ്ചേരി PVR മെട്രോ വില്ലേജിൽ രാവിലെ 10 മുതൽ കൺവെൻഷൻ നടക്കും. വന്യജീവി ആക്രമണവും കേന്ദ്ര സംസ്ഥാന നയങ്ങളും സംഘപരിവാറും ഇന്ത്യൻ ഭരണഘടനയും എന്നീ വിഷയത്തിൽ നേതാക്കൾ സംസാരിക്കും. നേതാക്കൾ കാന്തപുരം വിഭാഗത്തിന്റെ കീഴിലുള്ള മർക്കസ് നോളജ് സിറ്റിയും സന്ദർശിക്കും. PSC അംഗങ്ങളുടെ ശമ്പള വർധനവിനെതിരായും പി.വി. അൻവർ പ്രതികരിച്ചു. PSC ചെയർമാന് ഒരു ദിവസം 17,000 രൂപയാണ് ശമ്പളം. കൊടും കൊള്ളയാണ് നടക്കുന്നതെന്നും പി.വി. അൻവർ പറഞ്ഞു. PSC അംഗങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല. പൊതുമുതൽ കൊള്ളയടിക്കാനുള്ള സ്ഥാപനമായി PSC മാറി. 42,000 ശമ്പളം ഉണ്ടായിരുന്നത് 1 ലക്ഷത്തിന് മുകളിലാക്കി. KV തോമസിന് 6 ലക്ഷം എന്നത് 11 ലക്ഷമാക്കി ഉയർത്തുകയാണെന്നും പി.വി. അൻവർ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരത്തിൽ ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നും അൻവർ കുറ്റപ്പെടുത്തി. ആശാവർക്കർമാർക്ക് ഒരു ദിവസം ആകെ നൽകുന്നത് 230 രൂപയാണ്. അപ്പോഴാണ് PSC ചെയർമാൻ ഒരു ദിവസം 17,000 രൂപ വേതനമായി നൽകുന്നതെന്നും പി.വി. അൻവർ പറഞ്ഞു. CJ ഉണ്ണി തലയ്ക്ക് വെളിവില്ലാത്തവനാണ്. പഴയ തൃണമൂൽ കോൺഗ്രസ് ഇല്ലെന്ന് ദേശീയ നേതൃത്വം വ്യക്തമായി പറഞ്ഞതാണ്. അങ്ങാടിയിലൂടെ പോകുന്നവർ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നത് പോലെയാണെന്നും പി.വി. അൻവർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അൻവർ വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കും. വോട്ടർമാർ നിയമോപദേശം തേടിയിട്ടുണ്ട്. മെയ് മാസം 2ാം വാരം മമതാ ബാനർജി കേരളത്തിലെത്തും. കോഴിക്കോട് 1 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.